ഹായ് കൂട്ടുകാരെ, ഈ നിൽക്കുന്നത് ആരാണെന്നറിയില്ലേ? ഇതാണ് പരിമണം വിഷ്ണു. നമ്മുടെ കുമാരപുരം മുരുകൻ കോവിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന നമ്മുടെ ആനയാണിത്, പരിമണം വിഷ്ണു. അപ്പം ഇന്ന് എഴുന്നള്ളിപ്പ് ഉള്ളത് കൊണ്ട് അവനൊന്ന് വൃത്തിയാക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവിടെ വീട്ടിൻ്റെ മുറ്റത്തിട്ട് തന്നെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് അവർ. 3 പേരുണ്ട്. അവർ ആനക്കാരായിട്ട് പാപ്പാമാർ 3 പേരുണ്ട്. അവർ 3 പേരും കൂടെ ആനയെ വൃത്തിയാക്കിയിട്ട് വേണം അവിടെ എഴുന്നള്ളിപ്പിന് വേണ്ടി കൊണ്ടുപോകണം. 8 മണിക്ക് അവിടെ ചെല്ലണം. അപ്പോൾ ഇത് 1.5 മണിക്കൂർ പരിപാടിയുണ്ട്, ഈ കുളിപ്പിക്കുന്ന പരിപാടി. ആന പറഞ്ഞുകൊണ്ട് തന്നെ കിടന്നവർ 3 പേര്, 2 പേര് നല്ല രീതിയിൽ തേച്ച് വൃത്തിയാക്കുന്നുണ്ട്. ആനയെ കുളിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം പാപ്പാമാർ പറയുന്നത് അനുസരിച്ച് അത് കാല് പൊക്കുകയും നീക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു അനക്കവും ഇല്ല. അതിൻ്റെ തുമ്പിക്കൈ കൊമ്പിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഈ കാല് പകുതി പൊക്കി വെച്ചിട്ടുണ്ട്. ഒരു കാലിൻ്റെ മുകളിലിട്ട് അനക്കുന്നേയില്ല. കണ്ടാൽ തോന്നുന്നു നമ്മളൊരു പ്രതിമയാണ്. ആ രീതിയിൽ നിൽക്കുകയാണ്. ഒരു ചെറിയ ചലനം പോലും ഇല്ല. ഒരാളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മറ്റ് 2 പേര് തേക്കുന്നുണ്ട്. കല്ല് വെച്ചാണ് ആനയുടെ നഖമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ കൊമ്പിലാണ് തുമ്പിക്ക് ചുറ്റി വെച്ചിരിക്കുന്നത്. അത് അനക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കമ്പോടെ ചാരി വെച്ചിട്ടുണ്ട്. ആനക്കാരൻ്റെ തോട്ടി എന്ന് പറയില്ല, ആ സാധനോടെ കൊമ്പിൻ്റെ ഭാഗത്തായിട്ട് ചാരി വെച്ചിട്ടുണ്ട്. അത് വേണ്ട, ഇത് ആന കാല് പൊക്കി മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. തോട്ടിക്കമ്പാണ് അടിച്ചിരിക്കുന്നത്. 2 പേരും ഇങ്ങനെ തേച്ച് വൃത്തിയാകുന്നുണ്ട്. അടി അഴുക്കൊന്നുമില്ല. മഴ പെയ്തുകൊണ്ട് ഒരു മഴയത്താണ് കിടന്നു രാത്രി ആന. അപ്പം അതുകൊണ്ട് മണ്ണ് വെട്ടി, അതാണ് ഇന്ന് കുളിപ്പിക്കാൻ കാരണം. അല്ലെങ്കിൽ കുളിപ്പിച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത്. രാത്രി ഓപ്പൺ പ്ലേസിലാണ് കിടന്നത് ആന. അപ്പം തറയിലെ മണ്ണൊക്കെ പുറത്തായി. അതുകൊണ്ടാണെന്ന് രാവിലെ തന്നെ അവർ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറത്തെ പരിപാടി ഉണ്ടത്. ഒരു ഇതുമില്ലാതെ ഒരു ചലനമില്ലാതെ കഴിഞ്ഞപ്പോൾ എണീക്കാൻ പറഞ്ഞു. എണീറ്റ് കുളിപ്പതെല്ലാം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ആനക്കാരൻ പറഞ്ഞു തുടങ്ങിയത് ചാടി എണീച്ചത്. ഞാൻ പേടിച്ചു. പക്ഷേ ചാടി എണീച്ചതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. മറു സൈഡിൽ കിടന്ന വശത്തുള്ള അഴുക്ക് കാണും. അപ്പോൾ ആ സൈഡിലാണ്, ഒരു സൈഡ് ചരിഞ്ഞല്ലി കിടന്നത്. അപ്പോൾ ആ സൈഡിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മണ്ണ് വെറ്റി കാണും. അത് വീണ്ടും ഫുള്ളായിട്ട് എണീക്കുന്നില്ല. കുറച്ച് എണീക്കുള്ളൂ. വെള്ളം ഫ്രണ്ട് 2 കാലിൽ നിൽക്കുകയാണ്. ബാക്കിലെ കാല് മടക്കി തന്നെ വെച്ചിട്ടുള്ളത്. കാണാൻ എന്തായാലും ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടാലും ഒരു പുതുമ തന്നെയാണ്. കണ്ടുകൊണ്ട് നിന്ന് പോകും. ഞാൻ അവർ പോയപ്പോൾ ഈ കൊളുപ്പിൽ നിന്നാണ് അവിടെ നിൽക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ എൻ്റെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും ആനയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ കണ്ടാലും ശരി അതൊരു പുതുമ തന്നെയാണ്. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.